നാലുപേരുടെയും ഐസ്ക്രീം ഉണ്ട്. ആദ്യം തിന്നിടണ കാരണം അവർക്ക് ഞാൻ ഐസ്ക്രീം കൊടുക്കും. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലാണുള്ളത്. നമ്മുടെ ടീമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവർ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞ് എപ്പോഴത്തേക്കും പോലെ ലേറ്റ് ആയിരിക്കും. കുറച്ച് നേരം ഞങ്ങൾ വന്നിട്ട് നമുക്കിനി അവരെ വിളിച്ച് നോക്കണം. വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ് നമുക്കിനി അവര് വന്നിട്ട് കാണാം. ഗൈസ്, ദേ അവരെത്തി. എപ്പോഴത്തെ പോലെ ലേറ്റ് ആണ്, എത്തിയിട്ടില്ല. ഒരാള് അനുജ വർക്ക് കഴിഞ്ഞ് വന്നേക്കുവാണ് ഗൈസ്. അതെ, ടയേർഡായിട്ട് വന്നേക്കുവാണ്. ഒരാള് മിസ്സിംഗ് ആണ്, വർക്കിന് പോയേക്കുവാണ്. നമ്മുടെ ഐഫ വർക്കിന് പോയേക്കണേണ്. അപ്പൊ അവള് 8 മണിയാവും വരുമ്പോ. അവള് വരുമ്പോഴത്തേക്ക് നമുക്ക് അവളെ കാണാം. അപ്പൊ ഞങ്ങൾ കുറച്ച് റീൽസ് ഒക്കെ എടുക്കാൻ വന്നതാണ്. കുറേ നാൾക്കേശോട് ഞങ്ങൾ ഇപ്പൊ കാണുന്നത്. അതിന്റെ ആഹ്ലാദമാണ് ഗൈസ്. നമ്മളിപ്പോ എന്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഐഫിനെയും കൂടി നമുക്കൊന്ന് പിക്ക് ചെയ്യാനുണ്ട്. ഇന്ന് അവിടെയാണ് എന്നിട്ട് നാളെ രാവിലെ തന്നെ മോർണിംഗ് ഞങ്ങൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് സ്റ്റേ ആണ്. കുറെ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇപ്പൊ ട്രിപ്പ് പോണത്, ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അതെ അതെ, മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ പോവായിരുന്നു. പിന്നെ കല്യാണം കോളേജിന്റെ സമയത്ത് ഫുൾ ടൈം ഇതിന്റെ ഇരുന്ന് പരിപാടി, ക്ലാസ്സിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഭയങ്കര മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ നാളെ എന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് പൊളിക്കാനാണ് ഗൈസ് പ്ലാൻ. അതുകൊണ്ട് പ്ലാനിങ് ഒക്കെ ഉണ്ട്, നടക്കുമെന്ന് പറഞ്ഞൂടാ. എന്തായാലും സ്ഥലം പോലും ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടില്ല. ഇനി ചെന്നിട്ട് വേണം സ്ഥലമൊക്കെ നോക്കാൻ. അത് ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ഗൈസ്. ഞങ്ങള് അതെ, ഒറ്റ മൈൻഡാണ്. അപ്പൊ തോന്നണ ഇങ്ങോട്ട് ഗൈസ്. ഇപ്പൊ നമ്മുടെ താരം എത്തും. എന്താ മോളെ സ്കൂട്ടറില് താരെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സൂഫിയിലേക്ക് പോവാണ് ഫുഡ് കഴിക്കാനായിട്ട് ഗൈസ്. എന്താണ് താങ്കൾ വൈകിയത്? പണിയെടുത്ത് വയ്യാതെ അടി തുടങ്ങി ഗൈസ്, അടി തുടങ്ങി. അതെ, ഹലോ ഗൈസ്, ഞങ്ങൾ മന്തി മേടിച്ചു ഗൈസ്. ഇനി ഞങ്ങൾ മന്തി കഴിക്കണം. അപ്പൊ ഐഫയുടെ മെയിൻ സാധനമാണ് നമ്മുടെ മന്തി. എനിക്കാണ് ഗൈസ്. ഞാനേ കണ്ടുള്ളൂ മന്തി വേണോന്ന് പറയണത്, പക്ഷെ ഞങ്ങൾ സമ്മതിക്കാറില്ല. പക്ഷെ ഞാൻ വരുന്നതിന് മുമ്പ് ഇവര് പ്ലാൻ ചെയ്തു മന്തി കഴിക്കാന്ന്. അത്ഭുതമാണ് ഗൈസ് അതെല്ലാം. അല്ലേ, ഇവർക്ക് വേണ്ടിട്ടല്ല, നമുക്ക് തിന്നാൻ തോന്നിയിട്ടാണ്. വീട്ടിൽ പോയിട്ട് ഐസ്ക്രീം മേടിച്ചു ഗൈസ്. ഇവിടെ അനുജയുടെ ഐസ്ക്രീം വേണ്ട. അപ്പൊ ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ ആണ്. ഇത് ആദ്യം നാലുപേരുടെയും ഐസ്ക്രീം ഉണ്ട്. ആദ്യം തിന്നിടണ കാരണം അവർക്ക് ഞാൻ ഐസ്ക്രീം കൊടുക്കും. വിടില്ല, ഞാൻ പറയണ്ട, വിടില്ല ഞാൻ. ഭയങ്കര ചലഞ്ചാണ് ഗൈസ്. പക്ഷെ ഞാൻ പയ്യാണ് കഴിക്കണം. പൊടി ഞാൻ തരൂല. സെച്ചിന്റെ വായ നിറച്ച ഐസ്ക്രീം. സെച്ചിന് തീരാറായി. ഇപ്പൊ തീരും.
വീട്ടിലെത്തി ഗൈസ്, ലാസ്റ്റ് ആൻഡ് ഫൈനലി. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കണം. ദാറ്റ്സ് അവർ നെക്സ്റ്റ് പ്ലാൻ. ഇവിടെ മന്തിക്ക് തല്ലുപിടുത്തം കാണുമ്പോ തന്നെ അറിയാം ടൈമാണ്. ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചാൽ ആകാശം അടിച്ചു വീഴുവോ? നമ്മുടെ ഐഫ് അങ്ങനെ പാത്രം കഴുകി എടുക്കാൻ പണിയെടുക്കുന്ന ഞാൻ പാത്രമൊക്കെ കഴുകും ഗൈസ്. നമ്മള് കഴുകി കഴിഞ്ഞിട്ട് അവള് ലാസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇല്ല ഗൈസ്, ഞാനാണ് പാത്രം കഴുകിയത് ഫുള്ള്. കഴിഞ്ഞു ഗൈസ്. ഞങ്ങള് റീൽ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. കണ്ടില്ലേ, മുണ്ടൊക്കെ ഉടുത്ത് ഞാൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. അതുപോലെ എല്ലാവരും മുണ്ടൊക്കെ ഉടുത്ത് റെഡിയാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും റെഡിയാവുകയാണ് ഗൈസ്. ഞങ്ങൾ റീൽ എടുക്കാൻ പോവുകയാണ്. എന്ത് റീലാണെന്നൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടാൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് താഴെ മെൻഷൻ ചെയ്യാം. കോസ്റ്റ്യൂം കണ്ടില്ല ഗൈസ്. കൊള്ളാം. തായ്മൊഴി അല്ലതല്ല, സോറി, പാട്ടത് പാട്ടൊന്നും മാറിപ്പോയി ഗൈസ്. റീൽസ് എടുക്കുന്ന പണിയിലാണ് ഗൈസ്. എടി നമ്മളെ ആക്ഷേപിച്ചടി, ഞങ്ങളെ ആക്ഷേപിച്ചു കൂടി. ഏതടി ഇതിലില്ല, ഇതിലടുത്തേ നോക്കിക്കോണം. ആസാനമല്ല, റൈറ്റ് 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 खत्म, बाय बाय, टाटा.